ആരംഭത്തിൽ നമ്മൾ പറഞ്ഞു. അത് നമ്മളെല്ലാവരും ചെയ്യണം. നമ്മൾ ഓരോരുത്തരും നമ്മളെ ബന്ധപ്പെട്ട ആരോടെങ്കിലും വെറുക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റൂലല്ലോ സഹോദരന്മാരെ. എപ്പോഴും സംഭവിക്കാം. നമ്മൾ ആരോഗ്യമുള്ളവരാണ്, നമ്മൾ നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഒരുപാട് ചെക്കപ്പ് നടത്തി, ഒന്നിലും ഒരു പ്രശ്നങ്ങളുമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ഗ്യാരണ്ടി അല്ല സഹോദരങ്ങളെ. എപ്പോഴാണ് മരണം എന്ന് പറയാൻ പറ്റൂല. വയസ്സായ ആളുകളൊക്കെ ചിന്തിക്കും, എൻ്റെ മരണം എടുത്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ മരിക്കും എന്ന് ഒരൊറപ്പും പറയാൻ പറ്റൂല. വയസ്സായവർ മാത്രമല്ല മരിക്കുന്നത്, ചെറുപ്പക്കാരും ചെറിയ കുട്ടികൾ വരെ മരണപ്പെടുന്നു. അതുവരെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ നേരം വെളുത്തെണീറ്റ് നോക്കുമ്പോൾ സ്വന്തം മോനെ ഒന്ന് തട്ടി ഉണർത്തിയപ്പോൾ മോന് മിണ്ടുന്നില്ല, മോന് അനങ്ങുന്നില്ല. സ്വന്തം ഭാര്യയെ, ചെറുപ്പക്കാരിയായ പെണ്ണാണ്, 25 വയസ്സ് പ്രായമുള്ളൂ, ചെറുപ്പക്കാരിയാണ്, നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ലാത്ത പെണ്ണായിരുന്നു. നേരം വെളുത്തപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി, സുബഹി നിസ്കരിക്കാൻ വേണ്ടി തട്ടി ഉണർത്തിയപ്പോൾ ആകെ അങ്ങ് അനങ്ങുകയാണ്. ഒരു അനക്കവുമില്ല, ഒരു മിണ്ടാട്ടവുമില്ല. തൻ്റെ ഭർത്താവിനെ തട്ടി ഉണർത്തിയപ്പോൾ ഭർത്താവ് മിണ്ടുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മളെ അവസ്ഥ അത്രത്തോളം മരണത്തിനോട്, ചെരുപ്പിൻ്റെ വാറ് നമ്മുടെ കാലിനോട് എത്രത്തോളം അടുത്താണോ ഉള്ളത്, അതേപോലെ നമ്മുടെ മരണം നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ